What is an array? An array is a collection of elements of the same type placed in contiguous memory location. Array എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സെയിം ടൈപ്പ്, ഒരേപോലത്തെ ഡാറ്റയുടെ കളക്ഷനെയാണ് അറേ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ കണ്ടിജിയസ് മെമ്മറി ലൊക്കേഷൻ. ആ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് അടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് വരെ പഠിച്ചത് നമുക്കറിയുന്നത് ഒരു ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത് വേരിയബിളിലാണ്. അപ്പോൾ വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് ഒരു ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിലധികം ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ ഒരു 10 നമ്മുടെ മാർക്ക് സ്റ്റോർ ചെയ്യണം. നമ്മൾ 6 സബ്ജക്ട്സിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യണം. നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യുക? നമ്മൾ 6 വേരിയബിൾ യൂസ് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ 65 സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് പേര് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ 65 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. സോ അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ അകത്ത് ഒരു ഡാറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി വേരിയബിളിനുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് അറേ എന്നത്. അപ്പോൾ അറേയുടെ അകത്ത് പ്രത്യേകത, ഒരേപോലത്തെ ഡാറ്റയുടെ കളക്ഷനെയാണ് അറേ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർ ഇൻ ദ കണ്ടിന്യൂസ് ലൊക്കേഷൻസ് ഇൻ ദ മെമ്മറി. മെമ്മറിയിൽ അടുത്തടുത്ത ലൊക്കേഷൻസിലാണ് ഈ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഡാറ്റയുടെ ടൈപ്പ് സെയിം ആവണം. അപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ അറേയുടെ അകത്ത് എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ? ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ എന്താണോ ഡാറ്റ, ആ ഡാറ്റയുടെ ആ ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രമേ അറേയുടെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റീജർ ഡാറ്റയെയും ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റയെയും മിക്സ് ചെയ്ത് നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല? അറേയുടെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. Okay, so arrays are used to store a set of values of the same type under a single variable name. അപ്പോൾ നമുക്കൊരു കളക്ഷൻ ഓഫ് വാല്യൂ കൊടുക്കണമെങ്കിൽ കൂടെ നമുക്കതിനൊരു ഒറ്റ പേരിലാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു അറേക്ക് ഒരു പേരേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് കളക്ഷൻ ഓഫ് വാല്യൂ സ്റ്റോർ ചെയ്യാം. സോ എ ബൾക്ക് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ന്യൂ കൺസെപ്റ്റിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. ഇനി അറേയുടെ അകത്ത് ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനെ ഒരു ഇൻറ്റീജർ നമ്പർ വെച്ചിട്ടാണ്, വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ അറേയുടെ ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പൊസിഷനെ പറയുന്ന പേരാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. ഡിക്ലെയറിംഗ് അറേസ്. എങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നത്? നമുക്കറിയാം, പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രോഗ്രാമിന് ആവശ്യമായ എല്ലാ വേരിയബിൾസിനെയും ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സ്വാഭാവികമായിട്ട് നമുക്ക് അറേ ഉണ്ടെങ്കിൽ അറേനെ ഡിക്ലെയർ ചെയ്യണം. അറേനെ ഡിക്ലെയർ ചെയ്യേണ്ട സിൻടാക്സ് ആണ് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. ദിസ് ഈസ് എ സിൻടാക്സ്. സോ ഡാറ്റ ടൈപ്പ് മീൻസ് എനി ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്. നമുക്കറിയാം, ഇൻറ്റീജർ ആവാം, ക്യാരക്ടർ ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം. അറേ നെയിം ഇസ് എൻ ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് ഫോളോ ചെയ്യുന്ന എന്തും അറേ നെയിം ആവാം. ഇവിടെ ശ്രദ്ധിക്കുന്ന ഈ ബ്രാക്കറ്റാണ്. ഈ ബ്രാക്കറ്റാണ് അറേ എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് അറേയുടെ സൈസ് കൊടുക്കാം. എത്ര വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യണം? 10 ആണെങ്കിൽ 10. അപ്പോൾ അറേയുടെ അകത്ത് എത്ര ലൊക്കേഷൻ ഉണ്ടാവും? 10 ലൊക്കേഷൻസ് ഉണ്ടാവും. സോ സൈസ് ഇൻഡിക്കേറ്റ്സ് ദ സൈസ് ഓഫ് ദ അറേ. സോ ഡാറ്റ ടൈപ്പ്, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇൻറ്റ് നം ഓഫ് 5. ഇതിൻ്റെ അർത്ഥം എന്താണ്? നം ഈസ് എൻ അറേ. അറേയുടെ പേരാണ് നം. ഇതിൻ്റെ അകത്ത് എത്ര ലൊക്കേഷൻ ഉണ്ട്? 5 ലൊക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്ത് ഡാറ്റയെ സ്റ്റോർ ചെയ്യുക? ഇൻറ്റീജർ ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡാറ്റ ടൈപ്പോട് സ്പെസിഫൈ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പാണ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇവിടെ അറേയുടെ 5 ലൊക്കേഷൻസ് കണ്ടോ. അപ്പോൾ ഈ 5 ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. അതിനൊരു ന്യൂമറിക് വാല്യൂ ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യും, സ്റ്റാർട്ടിങ് ഫ്രം 0. എല്ലാ അറേയുടെയും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടാണ്. അപ്പോൾ 5 വാല്യൂസ് ഉണ്ടെങ്കിൽ 0, 1, 2, 3, 4. ഇതിനാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന അറേയുടെ കേസിൽ. അറേയുടെ പേരാണ് നം. അപ്പോൾ ഓരോ ലൊക്കേഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നം ഓഫ് 0, നം ഓഫ് 1, നം ഓഫ് 2, നം ഓഫ് 3, നം ഓഫ് 4. ഇങ്ങനെയാണ് അറേയുടെ ഓരോ ലൊക്കേഷനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പേരൊന്നേ ഉള്ളൂ, അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഓരോ ലൊക്കേഷനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അറേ ഇനീഷ്യലൈസേഷൻ. അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അറേയിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ അറേ ഇനീഷ്യലൈസേഷൻ്റെ സിൻടാക്സ് ആണ് അറേ ഡിക്ലറേഷൻ. നമുക്കറിയാം, ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ് അല്ലേ. അത്
ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് അതിൻ്റെ വാല്യൂസ്, കാരണം നമുക്ക് ഒരുപാട് വാല്യൂസ് കൊടുക്കണം, കളക്ഷൻ ഓഫ് വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ കേളി ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ വാല്യൂ സ്പെസിഫൈ ചെയ്യുക. സോ ദിസ് ഈസ് ദ സിൻടാക്സ് ഫോർ ഇനീഷ്യലൈസിങ് ആൻ അറേ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നോക്കൂ, ഇൻറ്റ് സ്കോർ ഓഫ് 5. ഇതിൻ്റെ മീനിങ് എന്താ? സ്കോർ ഈസ് ആൻ അറേ. എത്ര സൈസ് ഉണ്ട്? 5 ലൊക്കേഷൻസ് ഉണ്ട് അറേക്ക്. അതിൻ്റെ അകത്ത് എന്ത് വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? ഇൻറ്റീജർ. ഇപ്പോൾ ഇൻറ്റീജർ ആകുമ്പോൾ ഇൻറ്റീജർ വാല്യൂസ് മാത്രം. ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തു 5 വാല്യൂസ്. കണ്ടോ, കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് 98, 87, 92, 79, 85. അപ്പോൾ 98 എന്നുള്ളത് എവിടെ സ്റ്റോർ ചെയ്യും? സ്കോർ ഓഫ് 0, സ്കോർ ഓഫ് 1, സ്കോർ ഓഫ് 2, സ്കോർ ഓഫ് 3, സ്കോർ ഓഫ് 4. അങ്ങനെ ആ സ്കോർ എന്ന് പറഞ്ഞാൽ അറേയുടെ 5 ലൊക്കേഷനിലും ആ വാല്യൂ സ്റ്റോർ ചെയ്യും. ഇനി അനദർ അറേ, കോഡ് എന്ന് പറഞ്ഞൊരു അറേ. ഈ അറേയുടെ സൈസ് എത്രയാണ്? 6 ആണ്. 6 ലൊക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? ക്യാരക്ടറാണ്. ക്യാരക്ടർ നമുക്കറിയാം, ക്യാരക്ടർ സ്പെസിഫൈഡ് ഇൻസൈഡ് എ സിംഗിൾ കോഡ്സ്. അപ്പോൾ ഈക്വൽ ടു എത്ര ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ കേളി ബ്രാക്കറ്റ് വേണം. അപ്പോൾ ഓരോ വാല്യൂസും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് സിംഗിൾ കോഡ്സ്, ക്യാരക്ടർ ആയതുകൊണ്ട് സിംഗിൾ കോഡ്സ് കൊടുക്കണം. കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഓരോ വാല്യൂ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കോമ വെച്ചിട്ട് വേണം. അപ്പോൾ ഇവിടെ S, A, M, P, L, E അങ്ങനെ 6 വാല്യൂസ് നമ്മളതിലേക്ക് കൊടുത്തു. എഗെയിൻ WGP എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു അറേ. അതിനകത്ത് എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ്. അറേയുടെ സൈസ് എത്രയാണ്? 4 സൈസ്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് പറയുമ്പോൾ നമുക്ക് ഡെസിമൽ വാല്യൂസ് ആണ്. എഗെയിൻ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് നമ്മൾ 4 വാല്യൂ കൊടുത്തു. അത് കോമ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ് അപ്പോൾ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അറേയുടെ അകത്തേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മെമ്മറി അലോക്കേഷൻ ഫോർ അറേ. ഒരു അറേ എത്ര സൈസ് ഓഫ് മെമ്മറി അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറേ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ എത്ര ബൈറ്റ് ഓഫ് മെമ്മറി അത് യൂസ് ചെയ്യുന്നുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ മെമ്മറി അലോക്കേഷൻ ഫോർ അറേ എന്ന ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ എത്ര മെമ്മറി സ്പേസ് ഒരു അറേ എടുക്കും എന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോർമുലയുണ്ട്. ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. ഇവിടെ സൈസ് ഓഫ് ഇസ് എൻ ഓപ്പറേറ്റർ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചൊരു ഓപ്പറേറ്ററാണ്. സൈസ് ഓഫ് ഇസ് എ കീവേഡ്. അതായത് അറേയുടെ ടൈപ്പ് അല്ല, ഡാറ്റ ടൈപ്പിൻ്റെ സൈസാണ്. എന്താ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇൻറ്റീജറിൻ്റെ സൈസ് എത്രയാണ്? ഇൻറ്റീജറിന് വേണ്ടി മെമ്മറിയിൽ 4 ബൈറ്റ് വേണം. ഫ്ലോട്ട് ആണെങ്കിലും 4 ബൈറ്റ്, ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ്. ഇങ്ങനെയാണ് ഓരോ ഡാറ്റ ടൈപ്പിൻ്റെയും സൈസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇൻറ്റീജർ നീഡ്സ് 4 ബൈറ്റ്, ഫ്ലോട്ട് നീഡ്സ് 4 ബൈറ്റ്, ക്യാർ നീഡ്സ് 1 ബൈറ്റ് ഓഫ് മെമ്മറി. ഇങ്ങനെയാണ് ഓരോ കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്സിൻ്റെയും സൈസ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ ഫോർമുലയിലേക്ക്. സൈസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പിൻ്റെ സൈസാണ്, ഇൻറ്റു സൈസ് ഓഫ് അറേ. ഇത് അറേയുടെ സൈസാണ്, നമ്മൾ കൊടുക്കുന്ന സൈസാണ്. നമുക്കൊന്ന് എക്സാമ്പിളിലേക്ക് പോവാം. ഇൻറ്റ് നം ഓഫ് 5. ഇതിൻ്റെ അർത്ഥം എന്താണ്? നം എന്ന് പറഞ്ഞത് അറേയാണ്. അറേയുടെ അകത്ത് 5 ലൊക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഇൻറ്റീജറാണ്. അപ്പോൾ ഇവിടെ എന്താ? സൈസ് ഓഫ് ഇൻറ്റിൻ്റെ സൈസ് എത്രയാണ്? 4 ആണ്. ഇൻറ്റു അറേയുടെ സൈസ് എത്രയാ? 5. 4 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം ആര് സ്റ്റോർ ചെയ്യാൻ? ഈ അറേ സ്റ്റോർ ചെയ്യാൻ വേണ്ടത്. ഇനി ഫ്ലോട്ട് എ ഓഫ് 20 നോക്കൂ. എ എന്ന് പറഞ്ഞ അറേയുടെ പേരാണ്. എത്ര ലൊക്കേഷൻസ് ഉണ്ട്? 20 ലൊക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഫ്ലോട്ടിൻ്റെ സൈസ് എത്രയാണ്? എഗെയിൻ 4 ആണ്. ഇൻറ്റു അറേയുടെ സൈസ് എത്രയാ? 20. 4 × 20 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ അറേക്ക് എത്ര മെമ്മറി ലൊക്കേഷൻ വേണം? 80 ബൈറ്റ്സ് ഓഫ് മെമ്മറീസ് വേണം. ഇങ്ങനെയാണ് അറേയുടെ മെമ്മറി അലോക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് അറേ. എങ്ങനെയാണ് നമ്മൾ അറേയിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നതും അറേയുടെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നതും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അറേ എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂ അല്ല, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വാല്യൂ. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലധികം വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം അല്ലേ? ഇപ്പോൾ നമുക്കൊരു 5 ലൊക്കേഷനുള്ള ഒരു അറേയാണ്, 5 സൈസുള്ള ഒരു അറേയാണ്. അപ്പോൾ 5 വാല്യൂസ് ഇൻപുട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മൾ സീൻ എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ സീൻ 5 പ്രാവശ്യം സീൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ 5 പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ലൂപ്പ് പഠിച്ചിട്ടുണ്ട്. റിപ്പീറ്റീവ് വൈസ് ഇതിൻ്റെ എക്സിക്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും അറേയിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാനും അറേയിൽ നിന്ന് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനും നമ്മൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം? യൂസ് ചെയ്യണം? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യണം. സ്വാഭാവികമായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഫോർ ലൂപ്പ്. നമ്മൾ ഫോർ ലൂപ്പാണ് അറേ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും സ്വാഭാവികമായിട്ടും യൂസ് ചെയ്യാറ്.
ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കൂ, ഇത് അറേ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് സ്കോർ എന്ന് പറഞ്ഞ ഒരു അറേ, അതിലേക്ക് 5 വാല്യൂ ഇൻപുട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ 5 പ്രാവശ്യമാണ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ഐ ഇസ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ ഐ ഈക്വൽ ടു 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ <5 മതി അല്ലേ. <= വേണ്ട, <= പറയുമ്പോൾ 6 വാല്യൂസ് ആവും. 5 എന്ന് പറയുമ്പോൾ ഐ <5. നേരെ മറിച്ച് ഐ ഈക്വൽ ടു 1 വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഐ <5. അപ്പോൾ 5 വാല്യൂസ്. അപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ കണ്ടീഷൻ എഴുതുന്ന സമയത്താണ്. അപ്പോൾ ഐ ഈക്വൽ ടു 0, ഐ <5, ഐ പ്ലസ് പ്ലസ്. സി ഇൻ വെറുതെ സ്കോർ എന്ന് എഴുതിയാൽ പറ്റില്ല, സ്കോർ ഓഫ് ഐ, കാരണം ഇത് അറേയാണ്, അറേയുടെ ബ്രാക്കറ്റാണ് അത് അറിയാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഐ എന്ന് പറയുമ്പോൾ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആണ്, അതിൻ്റെ സൈസാണ്. അപ്പോൾ ഐ ഈക്വൽ ടു 0 <5, കണ്ടീഷൻ ട്രൂ ആണ്. ഇൻപുട്ട് എന്താ, നമ്മൾ ലൂപ്പിലേക്ക് കയറി കീബോർഡ് വഴി നമ്മൾ ഫസ്റ്റ് വാല്യൂ എൻ്റർ ചെയ്യാണ്. അത് ആരിലേക്കാണ് പോകുന്നത്? സ്കോർ ഓഫ് 0 പറയുമ്പോൾ അറിയില്ല, ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ, നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്തു. ഐ പ്ലസ് പ്ലസ് 1i, 1 <5, കണ്ടീഷൻ ട്രൂ ആയി. എഗെയിൻ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ്, സെക്കൻഡ് വാല്യൂ ആരിലേക്ക് സ്റ്റോർ ചെയ്തു? സ്കോർ ഓഫ് 1ലേക്ക് ഇൻപുട്ട് ചെയ്തു, അതായത് അറേയുടെ സെക്കൻഡ് ലൊക്കേഷനിലേക്ക് പോയി. 2i, 2 <5, എഗെയിൻ ഇൻപുട്ട് ചെയ്തു. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന തേർഡ് വാല്യൂ സ്കോർ ഓഫ് 2ലേക്ക് ഇൻപുട്ട് ചെയ്തു, അതായത് മെമ്മറിയുടെ അറേയുടെ മൂന്നാമത്തെ ലൊക്കേഷൻ. ദെൻ 3i, 3 <5, ഇൻപുട്ട് ചെയ്തു, സ്കോർ ഓഫ് 3. ദെൻ 4 <5, എഗെയിൻ ഇൻപുട്ട് ഇൻറ്റു സ്കോർ ഓഫ് 4. 5i, 5 <5 ആണോ? കണ്ടീഷൻ ഫോൾസ്. അപ്പോഴേക്കും ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും അറയിലെ 5 ലൊക്കേഷനിലേക്ക് നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് അറയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനും. അവിടെ സീന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യണത്? സി ഔട്ട് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അറയിൽ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ഫോർ ഐ ഈക്വൽ ടു 0, ഐ <5, ഐ പ്ലസ് പ്ലസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അതേപോലെ സി ഔട്ട് വഴി നമ്മൾ എന്ത് ചെയ്തു? അത് ഡിസ്പ്ലേ ചെയ്തു. സെയിം പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ അറേ ആയതുകൊണ്ട് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യാനോ ഔട്ട്പുട്ട് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സ്വാഭാവികമായിട്ട് ഫോർ ലൂപ്പാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസി ടു യൂസ്. ചെറിയൊരു പ്രോഗ്രാമിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. So program to input the scores of 5 students and display them in reverse order. 5 കുട്ടികളുടെ സ്കോർ, അതായത് മാർക്ക് ഇൻപുട്ട് ചെയ്തിട്ട് അത് റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ ഇൻപുട്ട് ചെയ്ത അറേയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. നമുക്കറിയാം മെയിനിൻ്റെ അകത്താണ് പ്രോഗ്രാം എഴുതുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ പ്രോഗ്രാമിന് ആവശ്യമായ വേരിയബിൾസിനെയും അറേനെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇൻറ്റ് നമ്മളിവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഐ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഐ ഡിക്ലെയർ ചെയ്തു. നമുക്ക് അറേ വേണം. അറേയുടെ പേര് ഞാൻ സ്കോർ എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. എത്ര വേണം? 5 സ്റ്റുഡൻസിൻ്റെയാണ്. സ്കോർ ഓഫ് 5. ഡയറക്റ്റായിട്ട് സൈസ് തന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ സ്കോർ എന്ന് പറഞ്ഞാൽ അറേ ക്രിയേറ്റ് ചെയ്തു, അറേ ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു അറേയിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലൂപ്പ് വേണം. കാരണം 5 വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ ഫോർ ഐ ഈക്വൽ ടു 0, ഐ <5, ഐ പ്ലസ് പ്ലസ്, ഇതിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ സ്കോർ ഡിസ്പ്ലേ ചെയ്തു. സി ഇൻ സ്കോർ ഓഫ് 0, 1, 2, 3 അങ്ങനെ 5 പ്രാവശ്യം 5 വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് സ്കോറിൽ നമ്മൾ സ്കോർ അവിടെ സ്റ്റോർ ചെയ്തു. അത് റിവേഴ്സ് ഓർഡറിലാണ്. അപ്പോൾ 0, 1, 2, 3, 4 ആയി അല്ലേ. അത് റിവേഴ്സ് ഓർഡറിൽ വായിക്കുമ്പോൾ 4 ഇങ്ങോട്ട് വായിച്ചാൽ മതി. അപ്പോൾ നോക്കൂ, അതവിടെ 4 വായിക്കുന്ന സമയത്ത് ഐ ഈക്വൽ ടു 4, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 4, 3, 2, 1, 0 ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻ എന്താണ്? 0 ആവണ വരെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. 0നേക്കാൾ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ഐ ഈക്വൽ ടു 4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, കണ്ടീഷൻ ട്രൂ ആണ്. സി ഔട്ട് ആരെ പ്രിൻറ്റ് ചെയ്തു? സ്കോർ ഓഫ് 4 ആദ്യം പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ 4 കഴിഞ്ഞ് നമുക്ക് 3 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ മൈനസ് മൈനസ് 3i, 3 greater than or equal to 0, condition true ആയി. സി ഔട്ട് സ്കോർ ഓഫ് 3. ദെൻ 2 greater than or equal to 0, സ്കോർ ഓഫ് 2 ഇൻപുട്ട് ചെയ്തു, ഡിസ്പ്ലേ ചെയ്തു. 1i, 1 greater than or equal to 0, സി ഔട്ട് സ്കോർ ഓഫ് 1 ഡിസ്പ്ലേ ചെയ്തു. സ്കോർ ഓഫ് 1 ഡിസ്പ്ലേ ചെയ്തു. 0 ആയി. 0 greater than or equal to 0, എഗെയിൻ കണ്ടീഷൻ ട്രൂ. ആരെ പ്രിൻറ്റ് ചെയ്തു? ഫസ്റ്റ് അറേയുടെ ഫസ്റ്റ് എലമെൻ്റ് ആയ സ്കോർ ഓഫ് 0 ഇൻപുട്ട് ചെയ്തു, ഡിസ്പ്ലേ ചെയ്തു. ദെൻ മൈനസ് മൈനസ് 0 മൈനസ് മൈനസ് -1 ആയി. -1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണോ? അല്ല, പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ആ റിവേഴ്സ് ഓർഡറിൽ അറേ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് എലമെൻറ്റ്സ് ഓഫ് എൻ അറേ. ഒരു അറേയുടെ അകത്തുള്ള വാല്യൂസ്, അറേയുടെ സമ്മ് കാണാം, വാല്യൂസിൻ്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാമാണ്. സോ എഗെയിൻ നമ്മൾ ആവശ്യമുള്ള പ്രോഗ്രാമിൻ്റെ മെയിനിൻ്റെ അകത്ത് ആവശ്യമുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, അതിൻ്റെ കൂടെ അറേ ഡിക്ലെയർ ചെയ്യണം. സോ ലെറ്റ് എ എന്ന് പറയുന്ന അറേ ഡിക്ലെയർ ചെയ്തു. എ എന്ന് പറയുന്നതിലേക്ക് 5 സൈസ് ഇൻപുട്ട് ചെയ്തു. അറേയുടെ ഡിക്ലെയർ ചെയ്ത് ഏത് പറയുക അറിയണം. അതിന് നമ്മൾ 5 ലൊക്കേഷൻസുള്ള അറേയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചത്. ഐ ആൻഡ് സം ആർ ദ അതർ വേരിയബിൾസ്. ഓക്കെ, സോ ആദ്യം നമുക്ക് അറേയിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സീനാണ്. അപ്പോൾ അറേ 5 പ്രാവശ്യമാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തത്. എത്ര വേണമെങ്കിൽ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 5 കൊടുത്തതുകൊണ്ട് ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ് സി ഇൻ എ ഓഫ് 5 അറേയിലേക്ക് 5 വാല്യൂ ഇൻപുട്ട് ചെയ്തു. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അറേയിലേക്ക് 5 വാല്യൂ ആയി. ഇത് നമ്മളതിന് സമ്മ കണ്ടത് അല്ലേ. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ആദ്യം 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഒരു അറേയുടെ വാല്യൂ ഇപ്പോൾ സമ്മ് കാണുമ്പോൾ ഈ സം പ്ലസ് ഓരോ വാല്യൂ ആഡ് ചെയ്ത് അറേ മൊത്തം ആഡ് ചെയ്യാം. അതാണ് എൻ്റെ ലോജിക്. അപ്പോൾ എഗെയിൻ നമുക്കിവിടെ 5 പ്രാവശ്യം ആഡ് ചെയ്യണം, അറേയിലെ എലിമെൻറ്റ്സ് ആഡ് ചെയ്യണം. അപ്പോൾ എഗെയിൻ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ് സം ഈക്വൽ ടു സം പ്ലസ് എ ഓഫ് ആദ്യം ആരാണ് 0. അപ്പോൾ എ ഓഫ് 0ൻ്റെ കൂടെ സം 0 ആണ്. അപ്പോൾ ആദ്യം രണ്ട് വാല്യൂ കൂടെ സം ചെയ്ത് സമ്മിലുണ്ടാവും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും അണ്ടിൽ 5 ടൈംസ് ആവണ വരെ. അപ്പോഴേക്കും അറേയുടെ 5 ലൊക്കേഷൻ്റെ വാല്യൂസും സം ചെയ്ത് അതിൻ്റെ വാല്യൂ എവിടെ എത്തിയിട്ടുണ്ടാവും, സമ്മിലുണ്ടാവും. സി ഔട്ട് ആര് പ്രിൻറ്റ് ചെയ്താൽ മതി, സം. സോ യു ഗോട്ട് ദ സം ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് എൻ അറേ.